സുജാൻ സർ നമസ്കാരം. നമസ്തേ. സർ, നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി? അവരിൽ വല്ലാത്ത ഒരു രാഷ്ട്രീയത്തോടൊരു വെറുപ്പ് ഉള്ളതായിട്ട് തോന്നുന്നു. അവരിതാ നമ്മുടെ ഏറ്റവും പുതിയ കണക്കുകൾ, വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഇത് വന്നു, പേര് ചേർക്കുന്നതിൻ്റെ. അതെ. അതിനകത്ത് വലിയ കുറവാണ് വന്നിരിക്കുന്നത് ചെറുപ്പക്കാരുടെ, അതെ. പുതിയ തലമുറയുടെ. അവർ വോട്ട് ചെയ്യാൻ പോകുന്നതും കുറവാണ്. ഈ ലിസ്റ്റിൽ തന്നെ പേര് ചേർക്കുന്നില്ല, പിന്നെ അല്ലേ വോട്ട് ചെയ്യുക. അതെ. എന്താ സർ ഇതിൻ്റെ കാരണം എന്താണ്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ഇതിൻ്റെ പല കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, നമ്മളുടെ നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഭീകരമായ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ചെറുപ്പക്കാരിലുണ്ട്. അവർക്ക് ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനറേഷൻ, ഒരു തലമുറ, ന്യൂജൻ എന്ന് പറയുന്ന നമ്മൾ വിവക്ഷിക്കുന്ന പുതിയ തലമുറ വലിയ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നു നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്. അത് അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് അവരുൾക്കൊണ്ട തെറ്റായ ധാരണകളാണ്. ഒന്ന്, അടിസ്ഥാനപരമായി എന്താണ് രാഷ്ട്രീയം എന്നതിനെക്കുറിച്ച് നമുക്കുള്ള ചെറുപ്പക്കാർക്ക് ഒരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് അഴിമതി, ജാഥ നടത്തൽ, കൊടിപിടിക്കൽ, ഭരണം കൈയാളാനുള്ള ചെപ്പടി വിദ്യകൾ, സംഘർഷം, എതിരാളിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, കൊലപാതകങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് രാഷ്ട്രീയമെന്ന പേരിൽ നമ്മുടെ കുട്ടികൾ കാണുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയത്തിനെക്കുറിച്ചുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടുന്നത് എന്ന ഒരു വലിയ ആശയഗതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതെന്നും ഇത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും അവനവൻ്റെ തന്നെ നിലനിൽപ്പിനും അന്വേഷണീയമാണെന്നും ഉള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാത്തതാണ്. യഥാർത്ഥത്തിൽ എന്താണ് രാഷ്ട്രീയം? തെറ്റിദ്ധാരണ ഒഴിവാക്കി നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതം ഇന്നത്തേക്കാൾ മെച്ചമാക്കുന്നതിന് നമ്മൾ സംഘടിതമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. പൊളിറ്റിക്സ് ഈസ് ആൻ ഓർഗനൈസ്ഡ് എഫർട്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതത്തിൻ്റെ മേന്മ ഉയർത്തുവാനുള്ള സംഘടിത പ്രവർത്തനമാണ് രാഷ്ട്രീയം. ഈ മേന്മയെ ഉയർത്തുവാൻ ഭരണം കിട്ടിയാൽ വേഗം നടക്കും. ഒരു ഭരണകൂടത്തെ കൈ കിട്ടുമ്പോൾ ജനങ്ങളുടെ സാമാന്യനെ എല്ലാ മേഖലയിലും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നിയമനിർമ്മാണം മുതൽ പ്രവർത്തനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുവരെയുള്ള എല്ലാ പ്രക്രിയയും നടക്കും. അപ്പം ജനജീവിതത്തെ മാറ്റിമറിക്കുവാനും വളർത്തിയെടുക്കുവാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാനമാണ്. അതാണ് പൊളിറ്റിക്സ്. ഈ അർത്ഥത്തിൽ പൊളിറ്റിക്സിനെ നമ്മുടെ യുവാക്കൾ ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതേസമയത്ത് അവർ വിചാരിക്കുന്നത് ഇത് അടിയും ബഹളവും കൊലപാതകവും അഴിമതിയും ജാഥയും കൊടി പിടിക്കലും ഒക്കെയാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചില ദുർമുഖങ്ങളാണ്. കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയവും രണ്ടാണ്. കക്ഷി രാഷ്ട്രീയത്തിന് ഇതുപോലുള്ള പക, എതിരാളിയെക്കുറിച്ച് ഇല്ലാത്ത കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കണം, വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കണം, ഭരണകക്ഷിയെ പ്രതിപക്ഷത്തുള്ളവൻ എപ്പോഴും എതിർക്കണം, അതിന് അവരുടെ നന്മ കാണാതിരിക്കണം. ഇതൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പാഠങ്ങളാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തിന്മകൾ കാണുന്ന ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ എന്താണ് രാഷ്ട്രീയം എന്ന കാര്യം മറന്നുപോവുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ പുതിയ തലമുറ എപ്പോഴും ഒരു തൊഴിൽ നേടി, വിദ്യാഭ്യാസം നേടി ഒരു തൊഴിൽ സമ്പാദിച്ച് ജീവിതം ആയോധനാർത്ഥം എങ്ങോട്ടെങ്കിലും പോകുക, ഒന്നീ രാജ്യം വിട്ടാൽ പോലും പ്രയാസമില്ല എന്ന് കരുതുന്ന തരത്തിൽ തൊഴിലന്വേഷകരുടെ ഒരു വൃന്ദമായിട്ട് യുവത്വം മാറിപ്പോകുന്നു. അവിടെ അവർ കരിയറിസ്റ്റ് മോഹം വളർത്തിയെടുക്കുന്നതിനിടയിൽ ഈ രാഷ്ട്രീയത്തിന് അവർ ഒരു പ്രാധാന്യം നൽകുന്നില്ലെന്ന് മാത്രമല്ല, അത് തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിഘാതമാണെന്ന് കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്യപ്പെടാൻ അവരിഷ്ടപ്പെടാത്തത്. വോട്ട് ചെയ്യാൻ പോകാൻ വോട്ട് ഉണ്ടെങ്കിലല്ലേ വോട്ട് ചോദിച്ച് എൻ്റെ അടുത്ത് വരികയുള്ളൂ. പിന്നെ ക്യാമ്പസിൽ അവർ കാണുന്ന രാഷ്ട്രീയം അവർക്ക് ഒട്ടും ഹിതകരമല്ല. ക്യാമ്പസിൽ എതിരാളിയെ അടിച്ചു കൊല്ലുന്നു, കൂടെ നിൽക്കുന്നവനെ സ്വന്തം പാർട്ടിക്കാർ വരെ കൊല്ലുന്ന സംഭവങ്ങൾ അതുമൊക്കെ നമ്മുടെ കലാപരാഷ്ട്രീയം. ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരന് വിശ്വാസപൂർവ്വം പിന്തുടരാൻ പറ്റാത്ത അനഭിലഷണീയമായ പ്രവണതകൾ കൊണ്ടും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടും കലുഷിതമായിരിക്കും. അതൊക്കെ കൊണ്ട് ചെറുപ്പക്കാർ, ബുദ്ധി ഉള്ള ചെറുപ്പക്കാർ, ഇവർ സാമാന്യൻ്റെ ചിന്താശീലരായ ആളുകളാണ്. അവരിതിൽ നിന്ന്
ഈ രാഷ്ട്രീയ ദുർഗങ്ങളിൽ നിന്ന് എത്രയോ അകന്നു പോകാമോ അത്രയും മാറി നിൽക്കാൻ അവർ ഇഷ്ടപ്പെടും. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ചെറുപ്പക്കാരുടെ ഇടയിലെ ചിന്താഗതി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ തോതിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ വലിയ പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ ആ മേഖലയിൽ ചെറുപ്പക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. സാർ, ഇതിന് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഇതിന് ആരാണ് ശരിക്കും ഉത്തരവാദി? ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന രാഷ്ട്രീയം, അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ, പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി, ലീഡേഴ്സും. ഇന്ന് നിലവിലുള്ള നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ലീഡേഴ്സിൻ്റെ മാതൃക അവർ പരിശോധിക്കുമ്പോൾ അതൊട്ടും അട്രാക്റ്റീവ് ആവുന്നില്ല. ചെറുപ്പക്കാർക്ക് മാതൃകയാക്കാവുന്ന നേതാക്കളില്ല. ഒരു നേതാവ് ഒരു സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്യണം. അതെ. അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക, പ്രതീക്ഷകൾ വളർത്തണം, അതിന് അനുഗുണമായ മുദ്രാവാക്യങ്ങൾ അവരിൽ വലിച്ചെറിയണം. തീർച്ചയായും. കാലത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സ്ഥിതിഗതികളെ വച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് ഉതകുന്ന പ്രതീക്ഷാ നിർഭരമായ ആശയങ്ങൾ വിതറുന്നവനാണ് നേതാവ്. അതെ. അങ്ങനെയുള്ള നേതാക്കളുടെ അഭാവം, വിദ്വേഷ രാഷ്ട്രീയവും വെറുപ്പിൻ്റെ രാഷ്ട്രീയവുമാണ് ചെറുപ്പക്കാർ ചുറ്റും കാണുന്നത്. അതാണ് അശുദ്ധമായ രാഷ്ട്രീയം. ശുദ്ധമായ രാഷ്ട്രീയവും ശുദ്ധിയുള്ള നേതാക്കളും ഇല്ലാതെ വരികയും അഴിമതിയും കൊലപാതകവും ഒക്കെയാണ് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമെന്ന് തെറ്റിദ്ധരിക്കാനും ഇടവരുന്നു. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം 2013-14 കാലത്ത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെറുപ്പക്കാരെ വലിയ തോതിൽ ആകർഷിച്ചൊരു നേതാവാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതെ. അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച രാജ്യ പുരോഗതി, അന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. ഞാൻ സമയപരിമിതി മൂലം അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷെ അതൊക്കെ ചെറുപ്പക്കാരെ വലിയ തോതിൽ അന്ന് ആകർഷിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. തീർച്ചയായും. അന്ന് ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്തൊക്കെ വോട്ട് ചേർക്കാൻ വലിയ തോതിൽ ചെറുപ്പക്കാർ മുന്നോട്ട് വരികയായിരുന്നു. പക്ഷേ ഈ 10 വർഷം കൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു വലിയ ഇടിവാണ്. അത് മോഡിയിൽ അർപ്പിച്ച 10 വർഷത്തെ പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അവർ താരതമ്യപ്പെടുത്തുമ്പോൾ നിരാശയുണ്ടാകാൻ വഴിയില്ല. കാരണം മോഡി ഇന്ത്യ ഇതുവരെ കണ്ട പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കർമ്മശേഷിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശരിയായി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇനിയും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു യുവത്വം ഇന്ത്യയിലുണ്ട്. പക്ഷേ കേരളത്തിലെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ അതിലേക്കായിരുന്നു വരുന്നത്. കേരളത്തിലെ ഈ അവസ്ഥയല്ല. കേരളത്തിൽ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷൻ. പിന്നെ അതിൽ മതത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പം മതവിദ്വേഷം വളർത്തുന്ന വർഗീയ രാഷ്ട്രീയം, ഈ വർഗീയ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ യുവത്വം സാധാരണഗതിയിൽ ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മളെ കുഴപ്പത്തിനൊന്നും പോണ്ട. ഇതൊക്കെ മതവും ജാതി ഇതൊക്കെ യുവജന ഹൃദയം എന്നും സെക്കുലറാണ്. അവർ ആദർശാത്മകമായ അടിത്തറയിൽ അവരുടെ ബോധം വളർത്തും. ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ അവർ കൂട്ടത്തോടെ വിദേശത്ത് പോയി പഠിക്കാൻ പോകുന്നു. അവിടെ ജോലി ചെയ്യുന്നു, അവിടെ അങ്ങ് സെറ്റിൽ ആകുന്നു. അതെ. തിരിച്ചു വരണമെന്ന് പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കുള്ള ജീവിത സാഹചര്യങ്ങൾ ശുദ്ധമല്ല. അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ക്യാമ്പസിൽ പരീക്ഷ എഴുതാതെ ജയിക്കുന്ന നേതാവ്, ഗുണ്ടായിസം, അവർക്ക് 0 മാർക്ക് കിട്ടുന്നവന് ഫസ്റ്റ് റാങ്ക്, PSC പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു. ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കലാപഭൂമിയാണ് എല്ലാ കലാലയ അന്തരീക്ഷങ്ങളും. ആ അവസ്ഥ ഒക്കെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു വെറ്ററിനറി കോളേജിൻ്റെ ക്യാമ്പസിലിട്ട് ചെറുപ്പക്കാരനെ മൃഗീയമായി മർദ്ദിക്കുകയും അയാൾ പിന്നീട് പിറ്റേന്ന് ബാത്റൂമിൽ തൂങ്ങി നിൽക്കുകയും ചെയ്യും. ഇതുപോലുള്ള പിന്നെ ക്യാമ്പസിൽ എത്രയോ കൊലപാതകം നടന്നു. പാലക്കാട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥി അടിച്ചു കൊന്നില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ ശേഷം നടക്കുന്ന കലാപങ്ങളും സമരങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ ക്യാമ്പസിലെ സുരക്ഷിതത്വം, പഠനം, അക്കാദമിക് പ്രവർത്തനങ്ങൾക്കുപരിയായി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിത്തീരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥി സമൂഹം, അതൊക്കെ നിരാശയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥിതിയോട് അവരുടെ നിശബ്ദമായ വൈമുഖ്യവും വെറുപ്പും ഒരു നിശബ്ദമായ പ്രതിഷേധമാണ് അവർ ഇതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് കാണിക്കുക. അവനവനോടെങ്കിലും സത്യസന്ധനായിരിക്കണം എന്ന് ചെറുപ്പക്കാർക്ക് തോന്നും. സാർ, ഒരു സംശയം കൂടി ഈ കാര്യത്തിൽ, ഒരു വലതുപക്ഷ ഇടപെടൽ ഇതിനകത്തുണ്ടോ? ഈ പറയുന്നത് പോലെ കേരളത്തെ നമ്മൾ എപ്പോഴും ഒരു ഇടതുപക്ഷമാണെന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ, അതവിടെ നിൽക്കട്ടെ.
പക്ഷെ ഒരു വലതുപക്ഷ ഇടപെടൽ ഈ സാർ ഇപ്പോൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനും ഒരു അരാജകത്വത്തിനും അരാഷ്ട്രീയവാദത്തിനും ഒക്കെ കളമൊരുക്കുന്നുണ്ട്. കാരണം അങ്ങ് പറഞ്ഞതുപോലെ ഈ ജോലിക്കായിട്ട് പോകുന്നു, വെളിയിൽ പോയി പഠിക്കുന്നു, ജോലി കിട്ടുന്നു. അപ്പോൾ ഒരു വലതുപക്ഷ ചിന്താഗതിയാണോ അത്? ഞാൻ അങ്ങനെ ഒരു വശത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെതിരായിട്ട് 50കളിൽ കേരളത്തിൽ ഒരു അമേരിക്കൻ ഇടപെടൽ, CIA ഇടപെടൽ ഉണ്ടായിരുന്നു. പണം കൊടുത്തും ആശയപ്രചരണ മണ്ഡലത്തിലുള്ളവരെ സ്വാധീനിച്ചും ഒക്കെ CIA കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ മനഃപൂർവ്വം ഇന്ത്യൻ അംബാസഡർ ഡാനിയൽ മൊയ്നിഹാൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ കാര്യം വെളിപ്പെടുത്തി. അപ്പോൾ അതുപോലെ ഒരു ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറുപ്പക്കാരെ വഴിതിരിച്ചുവിടുന്ന ഒരു ബോധപൂർവ്വം അന്താരാഷ്ട്ര ലോബി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന അല്ലേ ചോദ്യം. നമ്മുടെ ചെറുപ്പക്കാർ ഈ ഏതെങ്കിലും ഒരെണ്ണത്തിന് എതിരാകുകയല്ല ഇവിടെ ഒരു അരാജക ബോധം വളർത്തിയെടുത്ത് ഉള്ളതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. അവർ ഇടതും വലതും ഇല്ല, മധ്യമാർഗവുമില്ല. മൈറ്റ് ഓഫ് ദ റൈറ്റ് ആയാലും മൈറ്റ് ഓഫ് ദ ലെഫ്റ്റ് ആയാലും അവരതിനോട് അങ്ങ് തള്ളി പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ്? അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കുക വഴി കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയെയും സാമൂഹിക അന്തരീക്ഷത്തെയും കലുഷിതമാക്കാൻ ആർക്കെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടോ? അതിനി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അങ്ങ് ആരും അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയത്തിലേക്ക് ഇത് നമ്മുടെ ഈ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോഴാണ് നമ്മളെ ചിന്തിപ്പിച്ചത്. എന്തുകൊണ്ട് ഇത്രയും ആളുകൾ കൂട്ടത്തോടെ രാവിലെ ഈ വാർത്ത വായിച്ചപ്പോഴെല്ലാം ഞാൻ വാസ്തവത്തിൽ ഞാനും ആലോചിച്ചത് ഇതാണ്. അങ്ങ് വളരെ വിശദമായിട്ട് അതിനെ വിലയിരുത്തി. ഞാൻ വാസ്തവം പറഞ്ഞാൽ വായിക്കുമ്പോൾ ഇത്രയും അപകടം ഇതിനകത്തുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു. പക്ഷെ ഈ അങ്ങയുടെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ ഇതിൻ്റെ ഒരു വലിയ ദുരന്തത്തെയാണ്, വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെയാണ് തീർച്ചയായിട്ടും ഇത് വെളിപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ദേശത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഭാഗമാണ്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക ചിന്തകന്മാരും അവരിത് ആലോചിക്കേണ്ട ഒരു വിഷയം. അതെ, അവർ വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കട്ടെ, ഇതിന് മറുമരുന്ന് കണ്ടുപിടിക്കട്ടെ, ഇതിന് പരിഹാരം ഉണ്ടാകട്ടെ. അത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ ചെറുപ്പക്കാരുടെ ശക്തി, അവരുടെ ഊർജം, അത് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനുള്ളതാണ്, അത് വഴിയിൽ കളയാനുള്ളതല്ല. അതുകൊണ്ട് അതെല്ലാവരും ആലോചിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കൂ. നന്ദി.